നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക് ഓഫ് ഷെയർ മാർക്കറ്റ് എന്ന വീഡിയോസിൽ പുതിയ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഒന്നിച്ച് പഠിക്കാൻ പോകുന്നത് എന്താണ് ബാലൻസ് ഷീറ്റ്, എങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് നോക്കി കമ്പനികളെ അനലൈസ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് എന്താണ് ROE, എന്താണ് ROCE, എന്താണ് EPS, എന്താണ് PE, എന്താണ് ബൈബാക്ക് ഷെയർ, എന്താണ് ഡിവിഡൻഡ് എന്നതിനെ കുറിച്ചെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക്, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അത് നോക്കി കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണ് ബാലൻസ് ഷീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനിക്ക് എത്ര ടോട്ടലായിട്ട് അസറ്റ് ഉണ്ട് എന്നതിനെക്കുറിച്ചും ടോട്ടലായിട്ട് എത്ര ലയബിലിറ്റി എന്നതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഫിഗറാണ് ബാലൻസ് ഷീറ്റിൽ വരിക. അഥവാ കമ്പനിയിൽ മൊത്തമായിട്ട് എത്ര അസറ്റ് ഉണ്ട്, ഫർണിച്ചേഴ്സ് എത്ര, പ്ലാന്റ് ഉണ്ട്, കമ്പനിക്ക് എത്ര ഇൻവെൻട്രീസ് ഉണ്ട്, കമ്പനിക്ക് എത്ര ക്രെഡിറ്റേഴ്സ് പൈസ തരാനുണ്ട് എന്നതിനെക്കുറിച്ചുള്ള എല്ലാം അസറ്റിലും, കമ്പനിക്ക് എത്ര കടബാധ്യതയുണ്ട്, കമ്പനി എത്ര കടം വെളിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, എത്ര ഇൻട്രസ്റ്റ് പേ ചെയ്തു, കമ്പനിക്ക് എത്രത്തോളം ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, കമ്പനിക്ക് എത്ര റിസർവ് ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള എല്ലാം ലയബിലിറ്റി കോളത്തിലും കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് കൂടുതലായിട്ട് എങ്ങനെ ഈ ബാലൻസ് ഷീറ്റ് നോക്കി നമുക്ക് ഷെയർ അനലൈസ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അതിന് നമുക്കൊരു ഉദാഹരണമായി ഒരു ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ നമുക്കൊരു ബാലൻസ് ഷീറ്റ് നോക്കി കമ്പനിയുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ബാലൻസ് ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അത് സ്ക്രീനറിലാണ് ഞാൻ പോയി നോക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് അതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിന് താഴെ ബാലൻസ് ഷീറ്റുണ്ട്. ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ നമ്മൾ മാർച്ച് 2024 നമ്മൾ എടുക്കുകയാണെങ്കിൽ, മാർച്ച് 2024 എടുക്കുകയാണെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ വന്നിട്ട് 766. അഥവാ ഇക്വിറ്റി ക്യാപിറ്റൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, 2015 644 കോടിയായിരുന്നു. അത് ഘട്ടം ഘട്ടമായി കൂടി 766 കോടി. അഥവാ ഇക്വിറ്റി ക്യാപിറ്റൽ കൂടുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നല്ല സൈനാണ്, നല്ല കമ്പനി എന്നുള്ളൊരു സൈനാണ് ഇക്വിറ്റി ക്യാപിറ്റൽ കൂടും. അതുപോലെ റിസർവ് നോക്കിക്കഴിഞ്ഞാൽ 84,152 മാർച്ച് 2024 നോക്കുമ്പോൾ 84,152 കാണും റിസർവ്. അത് നോക്കിക്കഴിഞ്ഞാൽ 2015 55,618. അത് കൂടി 2024 ആകുമ്പോഴേക്കും 84,152 കോടി ആയി. അതിപ്പോൾ നമ്മൾ ബോറോയിങ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കടങ്ങളും ഇപ്പോൾ 2024 മാർച്ചിൽ 1,07,262 കോടിയാണ് കടം. അത് മാർച്ച് 2023 1,34,000 കോടി. അതിന് 2022 1,46,000 കോടി. അഥവാ അവിടെ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് 2015 73,610 കോടിയായിരുന്നു. അത് കൂടിയിട്ടാണ് 1,46,000, അത് 2022 1,46,000 കോടി ഉള്ള കടമുണ്ടായിരുന്നു. അത് കുറച്ചിപ്പോൾ 1,07,262 കടം കൂട്ടിയിട്ട് പിന്നെ അത് കുറച്ച്, അഥവാ അവർ എക്സ്പാൻഷൻ എന്തെങ്കിലും കാര്യത്തിന് പൈസ കടം ഒരുപാട് എടുത്തിട്ടുണ്ടാവും. അത് പിന്നെ അവർ കുറച്ച് വരുന്നു. അത് നല്ല സൈനാണ്. അത് നമ്മളിപ്പോൾ ലോങ് ടേം ഡെപ്റ്റ് നോക്കുകയാണെങ്കിൽ 2015 56,000 കോടിയായിരുന്നു. അത് 2024 ആകുമ്പോഴേക്കും 62 കോടി. അത് കൂടിയിട്ട് 97 കോടിയായിട്ട് അത് കുറച്ചു. ഷോർട്ട് ടേം ബോറോയിങ് 13,000 കോടിയായിരുന്നു, ഇപ്പോൾ 36,000 കോടി. ഈ ഷോർട്ട് ടേം ബോറോയിങ് എന്താ ലോങ് ടേം ബോറോയിങ് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോർട്ട് ടേം ബോറോയിങ് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ കടം തീർക്കാനുള്ളതാണ് ഷോർട്ട് ടേം ബോറോയിങ്. ലോങ് ടേം ബോറോയിങ് പറഞ്ഞാൽ കൂടുതൽ ലോങ് ടേമിലേക്ക്, അഥവാ 10 കൊല്ലമോ 20 കൊല്ലം എത്രയാണോ അവർ ഉദ്ദേശിക്കുന്നത് അത്രത്തോളം, അതാണ് ലോങ് ടേം ബോറോയിങ് എന്ന്. ലീസ് ലയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അവരെന്തെങ്കിലും ലീസ് എടുത്തതിൻ്റെ ബാധ്യത, എന്തെങ്കിലും പണയപ്പെടുത്തി എന്തെങ്കിലും പണയത്തിന് സ്ഥലം എടുത്തിട്ടുണ്ടാവും, ലാൻഡ് എന്തെങ്കിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാധ്യത 8,762 കോടി. അതർ ബോറോയിങ് കുറവാണ്. ഇപ്പോൾ ഈ 2024 കാണാനില്ല, അത് കുറവാണ്. അതിന് മുമ്പ് ഉണ്ടായിരുന്നു. അതർ ബോറോയിങ്. അതർ ലൈബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ നോൺ
കൺട്രോളിങ് ഇൻട്രസ്റ്റ് അഥവാ ഇൻട്രസ്റ്റ് പെയ്ഡ് ചെയ്ത് ഇൻട്രസ്റ്റ് മാർച്ച് 24 മാർച്ച് 2024 8176 കോടി. ട്രേഡ് പേയബിൾ പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം വാങ്ങി അതിന് പൈസ കൊടുക്കാറുണ്ട്, ആ കടവാണ് 93,976 കോടി. അഡ്വാൻസ് ഫ്രം കസ്റ്റമറിന് അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ അതും ലയബിലിറ്റിയിലെ വരിക, അത് ഇതിലില്ല, അതിന് മുമ്പ് വർഷങ്ങളിലുണ്ട്. അതർ ലയബിലിറ്റീസിൽ 75,186 കോടി. അപ്പോൾ ടോട്ടൽ ലയബിലിറ്റി 3,69,521 കോടിയാണ്. ഫിക്സഡ് അസറ്റ് ഇതിൽ ഇനി അസറ്റ് കോളത്തിലാകുമ്പോൾ ഫിക്സഡ് അസറ്റ് 2015 88,000 ആയിരുന്നു. ഇപ്പോൾ 2024 ആകുമ്പോഴേക്കും 121 കോടി. 2015 2024 121 കോടി. CWI വർക്കിംഗ് പ്രോഗ്രസ് ആണ്. 35,000 കറണ്ട് വർക്കിംഗ് പ്രോഗ്രസ് ആണ് 35,698. CWIP കറണ്ട് വർക്കിംഗ് പ്രോഗ്രസ് ആണ് 35,698. ഇൻവെസ്റ്റ്മെൻറ്റ് 22,971 കോടി. അത് നല്ലതാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ചാണ് കൂടുന്നത് നല്ലതാണ്. അതർ അസറ്റ് പറയുമ്പോൾ ഒരു ഇൻവെൻറ്ററീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി സ്റ്റോക്കാണ്. അത് കമ്പനി ഇപ്പോൾ കുറേ കാറുകളുണ്ടാവും, അപ്പോൾ കാറുകൾ കുറേ സ്റ്റോക്കായിട്ടുള്ളതിനാണ് ഇൻവെൻറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 47,788 കോടി. ട്രേഡ് റിസീവബിൾ പൈസ കിട്ടാനുള്ളത്, നമ്മൾ സാധനം കൊടുത്തു അതിൻ്റെ കിട്ടാനുള്ളത് 6 മാസത്തിൽ കിട്ടാനുള്ളത് 6 മാസം ശേഷം കിട്ടാം. അത് 6 മാസം ശേഷം കിട്ടാനുള്ളത് 6 മാസം അതിൻ്റെ ഉള്ളിൽ കിട്ടാനുള്ളത് 6 മാസത്തിന് ശേഷമാണ്. ഓവർ 6 മന്ത് ആകുമ്പോൾ 1,480 കോടി, 1,440 കോടി. റിസീവബിൾ അണ്ടർ 6 മാസത്തിനുള്ളിൽ കിട്ടാനുള്ളത് 16,350 കോടി. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ, ഈ പ്രൊവിഷൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ കിട്ടില്ല, എന്തെങ്കിലും ഭാവിയിൽ എക്സ്പെൻസ് വരുന്നുള്ള ബേസാണ് ഈ പ്രൊവിഷൻ പറയുന്നത്. ഈ പ്രൊവിഷൻ ഡൗട്ട്ഫുൾ, ചില പൈസ പേയ്മെൻറ്റ് കിട്ടാൻ ചാൻസ് കുറവാണെന്നുള്ളതാണ് പ്രോ ഫോർ ഡൗട്ട്ഫുൾ എന്ന് എഴുതിയിരിക്കുന്നത്. -868 കോടി. ക്യാഷ് ഇക്വലൻ്റ് പറഞ്ഞാൽ ക്യാഷ് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇക്വലേറ്റഡ് ആയിട്ടുള്ളത് 45,807 കോടി. ലോണാണ് അഡ്വാൻസ് ലോൺ ഓൺ അഡ്വാൻസായി കിട്ടിയത് ഉള്ളതായിട്ട് കാണും 168 കോടി. അതർ അസറ്റ് 78,851 കോടി. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ബാലൻസ് ഷീറ്റിൽ നോക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിൻ്റെ എത്ര റിസർവ് ഉണ്ട് നോക്കണം. റിസർവ് നമ്മൾ കൂടിയാണ് കമ്പനിക്ക് വരുന്നെങ്കിൽ കഴിഞ്ഞാൽ ആ കമ്പനി നല്ലതാണ്. അതുപോലെ ഷെയർ ക്യാപിറ്റലും റിസർവും കൂടുതലായി വരുന്നതിന് ആ കമ്പനി നല്ലതാണ്. അതേസമയം ബോറോയിങ് കുറഞ്ഞു വരണം. ബോറോയിങ് കടം കൂടി വരികയാണെങ്കിൽ കമ്പനി പോയിൻ്റ് ഓഫ് വ്യൂവിൽ നല്ലതല്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ഭാവിയിൽ അത് നല്ല ബാധ്യത. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു വോഡഫോൺ ഐഡിയ നോക്കാം. വോഡഫോൺ ഐഡിയ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റലാണെങ്കിൽ ഇതിൽ വോഡഫോൺ ബാലൻസ് ഷീറ്റ് വോഡഫോൺ മാർച്ച് 2024 ഇക്വിറ്റി ക്യാപിറ്റൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അതിന് മുമ്പ് 2015 ആകുമ്പോൾ 3,598 കോടിയായിരുന്നു. അത് കൂടി 50,120 കോടി ഇക്വിറ്റി ക്യാപിറ്റൽ. പക്ഷേ റിസർവ് ശ്രദ്ധിക്കും, 2015 19,428 കോടിയായിരുന്നു, 29 കോടിയായിരുന്നു റിസർവ് ഉണ്ടായിരുന്നു. അത് കൂടി പിന്നെ 2019 ആകുമ്പോൾ 50,899. അതിനുശേഷം കൊറോണ അതിന് ശേഷങ്ങൾ നോക്കിയാൽ ജിയോ ഒക്കെ വന്ന പിന്നെ അവരുടെ റിസർവ് നെഗറ്റീവായി. ഇപ്പോൾ 1,00,000 മാർച്ച് 24 ഫിഗറാണെങ്കിൽ 1,54,287 കോടി മൈനസാണ്. റിസർവ് മൈനസായിട്ടാണ് കാണിക്കുന്നത്. അത്രത്തോളം ബാധ്യതയായി.
റിസർവ് പോയി മൈനസായി. അപ്പം മൈനസ് ആണ്, നെഗറ്റീവാണ്. അത് കമ്പനിക്ക് റിസർവ് ഇല്ല, അങ്ങോട്ട് കടം കൂടി എന്നുള്ള ബേസാണ് റിസർവ് മൈനസ് കാണിക്കുന്നത്. ആ ബോറോയിങ് ശ്രദ്ധിച്ചാൽ മതി. ബോറോയിങ് 2015 26,859 കോടിയാണ്. മാർച്ച് 2024 വരുമ്പോൾ 2,83,000 കടം. 2015 വെറും 26,859 കോടി ആയ കമ്പനി. അപ്പോൾ 2,43,809 കോടി ബോറോയിങ്. അതർ ലൈബിലിറ്റിയും അതുപോലെ 10,000 കോടി പോയിട്ട് 45,355 കോടി കടമായി. അപ്പോൾ ഇത്രയും കടം കൂടിയ ഇവർക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കി, എങ്ങനെ ഇൻട്രസ്റ്റ് തന്നെ പേ ചെയ്യണം. ഇൻട്രസ്റ്റ് ഇതിൽ കമ്പനിക്ക് നല്ലൊരു ശതമാനം ഇൻട്രസ്റ്റ് തന്നെ പേ ചെയ്യേണ്ടി വരും. ഇതിൽ തന്നെ നല്ലൊരു ശതമാനം ഇൻട്രസ്റ്റ് തന്നെ കമ്പനിക്ക് പേ ചെയ്യേണ്ടി വരും. ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം. അതപ്പം നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2024 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നോക്കിയാൽ എക്സ്പെൻസ് ഇത് ഓപ്പറേഷനിലാണ്. നമുക്ക് അതർ ഇൻകം 919 കോടി വന്നിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇൻട്രസ്റ്റ് ശ്രദ്ധിക്കും, 2015 966 കോടിയാണ് ഇൻട്രസ്റ്റ് പേ ചെയ്തെങ്കിൽ 2024 25,766 കോടി ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഒരു ഇൻട്രസ്റ്റ് കൂടി വരികയാണ്. അപ്പോൾ ഇത്രയും പൈസ ഇൻട്രസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ പ്രോഫിറ്റ് 17,000 കിട്ടിയിട്ടുള്ളൂ. 25,000 ഇൻട്രസ്റ്റ് തന്നെ അടച്ചു കഴിഞ്ഞാൽ കമ്പനി എന്തായാലും ലോസിലായിരിക്കും. അപ്പോൾ കടം കൂടിക്കൊണ്ടിരിക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ റിസ്ക്കാണ്. ബാലൻസ് ഷീറ്റ് എന്താണെന്നും ബാലൻസ് ഷീറ്റ് എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ബാലൻസ് ഷീറ്റ്, എങ്ങനെ ബാലൻസ് ഷീറ്റ് നോക്കി കമ്പനികളെ നമുക്ക് അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.